കഴിഞ്ഞ ദിവസം ഞാൻ ഡേറ്റ പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ വീട്ടിലെ ബിൽസ്, വാട്ടർ ബിൽ, കറണ്ട് ബിൽ, ഗ്യാസ് ബില്ലൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്തിട്ട് അത് അഡ്രസ്സ്, റെഫറൻസ് നമ്പർ, ID നമ്പർ ഒന്നും കാണാത്ത രീതിയിൽ റീസൈക്കിൾ ബിന്നിൽ ഇടണമെന്നുള്ള വീഡിയോ ചെയ്തപ്പോൾ 3-4 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ വാട്ടർ ബില്ലും ഗ്യാസ് ബില്ലും കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് എന്താണ് ഗുണമെന്ന് വെച്ചാൽ, അതായത് ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം അത് ലോകമെല്ലായിടത്തും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. UK 2018 തൊട്ട് അതിനൊരു ആക്റ്റൊക്കെ ഉണ്ട്. അതായത് GDPR ആണെന്ന് തോന്നുന്നു അതിൻ്റെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് എത്ര കൺഫേം അല്ല, എന്തായാലും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. പക്ഷേ നമ്മുടെ ഡേറ്റാസ് മറ്റുള്ളവർക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ, അതായത് റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് മറ്റു തരത്തിൽ ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുകൂടാതെ അതിനെക്കാട്ടി വലിയ ഒഫൻസാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ഡേറ്റാസാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിനും നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെ മിസ്യൂസ് ആവാതെ തന്നെ നമുക്ക് തന്നിട്ടുള്ള IDയിൽ നിന്ന്, സാധാരണ Gmail, Yahoo അങ്ങനെയുള്ള മെയിൽസിൽ വർക്ക് ചെയ്യാതെ അതായത് സെക്യൂർ ആയിട്ടുള്ള മെയിൽ IDs ഉണ്ട് ഓരോ കമ്പനി. ഫോർ എക്സാമ്പിൾ NHS ആണെങ്കിലും, കെയർഫീൽഡ് ആണെങ്കിലും, അതല്ലെങ്കിൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ബാങ്ക്, അവർക്കൊക്കെ പ്രത്യേക മെയിൽ